പെസഹ വ്യാഴം 2026 ആരാധനാക്രമ മത്സരത്തിലെ സുപ്രധാന ദിനങ്ങളാണ്. ഓശാന മുതൽ ഈസ്റ്റർ വരെയുള്ള 8 ദിവസങ്ങൾ ക്രിസ്ത്യാനിയുടെ അഷ്ടഭാഗ്യങ്ങളുടെ ദിനങ്ങളാണവ. അതിൽ പെസഹ തിരുനാളാണ് നാം ഇന്ന് അനുസ്മരിക്കുക. പെസഹ വ്യാഴം എന്ന് പറഞ്ഞാൽ വൈദികൻ കാൽ കഴുകുന്ന കർമ്മങ്ങളാണ് ഒരു ശരാശരി ക്രിസ്ത്യാനിയുടെ ഓർമ്മയിലേക്ക് കടന്നു വരിക. പക്ഷേ പെസഹ എന്നത് ദൈവത്തിൻ്റെ വലിയൊരു രക്ഷാകരകർമ്മത്തിൻ്റെ സ്മരണയാണ്. 430 വർഷക്കാലം അടിമത്തം അനുഭവിച്ചിരുന്ന തൻ്റെ സ്വന്തം ജനതയെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷിച്ചതിൻ്റെ കഥയാണത്. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നുപോകൽ എന്നാണ്. ഈജിപ്തിൽ നിന്ന് കാനാൻ നാട്ടിലേക്ക് കടന്നുപോയ സംഭവത്തിൻ്റെ ഓർമ്മ. BC 1500 നടന്ന ഈ സംഭവം തലമുറകൾ തോറും വർഷാവർഷം ആചരിക്കപ്പെടണമെന്നത് ദൈവകൽപ്പനയായിരുന്നു. ഒരു യഹൂദൻ എന്ന നിലയിൽ പെസഹ ആചരണം അതിൻ്റെ എല്ലാ നിഷ്ഠയോടും കൂടി കൃത്യമായി യേശുവും കൊണ്ടാടിയിരുന്നു. എന്നാൽ തൻ്റെ ഇഹവാസകാലത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പെസഹ തികച്ചും വ്യത്യസ്തമായ ചില ലക്ഷ്യങ്ങളോടുകൂടി കൊണ്ടാടാനുള്ള ഒരുക്കത്തിലാണ് യേശു. അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാൻ പത്രോസിനും യോഹന്നാനും നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതായി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 8 നാം വായിക്കുന്നുണ്ട്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളിന് ഒരുക്കങ്ങൾ ചെയ്യുക എന്നാണ് അവിടെ യേശു ആവശ്യപ്പെടുന്നത്. ദൈവദൂതൻ തൻ്റെ സംഹാരം ആരംഭിക്കുന്നതിനു മുമ്പേ രക്ഷപ്പെടുന്നതിന് പെട്ടെന്ന് യാത്ര പുറപ്പെടുന്നതിനാണ് പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കാൻ കൽപ്പന കൊടുത്തത്. ഒരു നുള്ള് പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നത് പോലെ ലൗകികതയും ജഡികതയുമാകുന്ന പുളിപ്പ് നമ്മെ വികല വ്യക്തിത്വങ്ങളാക്കുന്നു. നിങ്ങൾ പുളിപ്പുള്ള വ്യക്തികളാകാതിരിക്കാൻ നിങ്ങളിലെ പുളിപ്പ് എടുത്തു മാറ്റുവിൻ. 1 കൊറിന്ത്യർ 5-ാം അധ്യായം 7-ാം വാക്യം എന്നാണ് പൗലോസ് ശ്ലീഹ എഴുതിയിരിക്കുന്നത്. പുളിപ്പ് ബാധിക്കാത്ത വ്യക്തികളാക്കി നമ്മെ മാറ്റുന്നതിന് യേശു തൻ്റെ അവസാന പെസഹായ്ക്ക് പുതിയ അർത്ഥവും മാനവും നൽകുകയാണ്. ആദ്യം അവിടുന്ന് ശിഷ്യരുടെ കാലുകൾ കഴുകുന്നു. അടിമകൾ ചെയ്യുന്ന പ്രവൃത്തിയാണത്. പക്ഷേ യേശു പറയുന്നു, നിങ്ങളുടെ നാഥനും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകുവിൻ. ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകുന്നു. തൊട്ടു മുമ്പൊരു നാളിൽ മഗ്ദല മറിയം വിലയേറിയ നാദ്യർ തൈലം കൊണ്ട് അവൻ്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്ത സംഭവം അവൻ ഓർത്തു കാണും. ചെറുതാകലാണ് ഏറ്റവും വലിയ മഹത്വം അടങ്ങിയിരിക്കുന്നത് എന്ന സത്യം മാതൃകയിലൂടെ അവിടുന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. അതേ തുടർന്ന് അവൻ അപ്പവും വീഞ്ഞും തൻ്റെ ശരീര രക്തങ്ങളാക്കി മാറ്റി അവർക്ക് നൽകിക്കൊണ്ട് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന 2ാമത്തെ കൽപ്പനയും നൽകുന്നു. ഇത് പൗരോഹിത്യ സ്ഥാപനത്തിൻ്റെ അടിസ്ഥാന വാക്യങ്ങളാണ്. പാദങ്ങൾ കഴുകാൻ യേശു പത്രോസിനെ സമീപിച്ചപ്പോൾ അവൻ അതിന് വിസമ്മതിക്കുന്നതായി നാം വായിക്കുന്നു. യേശു പറയുന്നു, ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല. എങ്കിൽ എന്നെ മുഴുവനായി കഴുകുക. കുളി കഴിഞ്ഞവൻ്റെ പാദം മാത്രം കഴുകിയാൽ മതിയെന്ന മറുപടി പാപമോചന കൂദാശയുടെ സാങ്കത്യമാണ് സൂചിപ്പിക്കുന്നത്. എളിമയിലൂടെയും ശുശ്രൂഷയിലൂടെയും ശൂന്യവൽക്കരണത്തിലൂടെയും മനുഷ്യരുടെ യാതനകൾ അവൻ ഒപ്പമാകാൻ അവൻ സ്വയം അപ്പമായി. എന്നാലും നമ്മോട് ഒപ്പമാകാൻ ഒരു ചെറുകാറ്റിൽ പറന്നു പോകുന്ന അളവിൽ അവൻ അത്ര ചെറുതായി. ഇത്ര ചെറുതാകാൻ ഞാൻ എത്ര വളരണം എന്ന ഗാനം എത്ര അർത്ഥവത്താണ്. അന്നു മുതൽ അവൻ ഇന്നും ബലിയർപ്പിക്കപ്പെടുകയാണ്. ഈ ബലിയർപ്പണത്തിൽ ബലിവസ്തുവും ബലിയർപ്പകനും ഒരാൾ തന്നെ. ലോകാവസാനത്തോളം തുടരേണ്ട ഒരു കൽപ്പനയാണിത്. അന്നാ പെസഹ തിരുനാളിൽ അവൻ നൽകിയത്. അങ്ങനെ കുർബാന സ്ഥാപനവും പൗരോഹിത്യ സ്ഥാപനവും അനുരഞ്ജന കൂദാശ സ്ഥാപനവും ഒരേ പ്രവൃത്തിയിലൂടെ അവൻ നിറവേറ്റി. അടുത്തതായി അന്നേ ദിവസം അവൻ ഒരു പുതിയ പ്രമാണം നൽകുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം മുഴുവൻ അറിയപ്പെടും.
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-35 ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ സ്നേഹപ്രമാണം. തിന്മ ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുക, ശത്രുവിനോട് ക്ഷമിക്കുക എന്നൊക്കെയുള്ള അവന്റെ പ്രബോധനങ്ങൾ അത്ഭുതവാഹം തന്നെ. തന്നെ കുരിശിലേറ്റിയവരോട് ക്ഷമിക്കണമേ എന്ന് അവൻ പറഞ്ഞ് ക്ഷമയുടെ പാഠം പ്രാവർത്തികമാക്കി. ഒറ്റിക്കൊടുക്കാനിരിക്കുന്നുവെന്ന് ഉറപ്പുള്ളവനായിരുന്നിട്ടും യൂദാസിന്റെയും കാലുകൾ കഴുകി വീണ്ടും ക്ഷമയുടെ മാതൃക കാണിച്ചു തന്നു. താണുകൊടുക്കുന്നതും തോറ്റുകൊടുക്കുന്നതും തോൽവിയല്ല, ദൈവത്തിന്റെ കണ്ണിൽ ഏറ്റവും വലിയ വിജയമാണെന്ന് യേശു നമുക്ക് കാണിച്ചു തന്നു. അലക്സാണ്ടർ ചക്രവർത്തിയും നീറോ ചക്രവർത്തിയും തുടങ്ങി എല്ലാ മഹാരഥന്മാരും ലോകം കീഴടക്കിയവരായിരുന്നെങ്കിലും കാലക്രമണത്തിൽ അവൻ വിസ്മൃതിയിലേക്കാണ്ടുപോയി. എന്നാൽ ജീവിച്ചിരുന്നപ്പോൾ അവരന്റെ കാൽ കഴുകിയവൻ, തന്നെ ചെറിയൊരു അപ്പമാക്കി നൽകിയവൻ, ശത്രുവിനെ സ്നേഹിക്കാൻ പറഞ്ഞവൻ, അവരന്റെ മോചനത്തിനായി സ്വന്തം ജീവൻ ഹോമിച്ചവൻ ഇന്നും അജേയനായി ലോക മനസാക്ഷിയിൽ സജീവമായി നിലനിൽക്കുന്നു. അങ്ങനെ പെസഹ എന്ന ആചരണത്തെ എളിമയിലൂടെയും ശുശ്രൂഷയിലൂടെയും പാഠമാക്കി അവൻ ചരിത്രം മാറ്റിക്കുറിച്ചു. എളിമയും വിനയവും പ്രാവർത്തികമാക്കുന്നവൻ സ്വന്തം ചരിത്രത്തെയും മറ്റുള്ളവരുടെ ചരിത്രത്തെയും തിരുത്തി കുറിക്കും. മറ്റുള്ളവരെ വിജയിക്കാൻ വിട്ടുകൊടുക്കുന്നിടത്താണ് ദൈവരാജ്യം സംജാതമായി മാറുന്നത്.